പ്രവാസിയായ മകനെ തൂക്കുകയറിൽ നിന്ന് മോചിപ്പിക്കാൻ സഹായം തേടുകയാണ് വയോധികയായ അമ്മ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീം 18 വർഷമായി റിയാദിലെ ജയിലിലാണ്. മോചനദ്രവ്യമായി ആവശ്യപ്പെട്ട 34 കോടി സമാഹരിക്കാൻ കോഴിക്കോട്ടെ കൂട്ടായ്മ അവസാനവട്ട ശ്രമത്തിലാണ്. കരഞ്ഞു കണ്ണുനീർ വറ്റി നെഞ്ചുരുകി ഈ അമ്മ ആവശ്യപ്പെടുന്നത് മകന്റെ ജീവൻ. തൂക്കുകയറിൽ നിന്നും രക്ഷപ്പെടുത്തണം, സുമനസുകൾ സഹായിക്കണം. ഫറൂഖ് സ്വദേശിയായ മച്ചിലകത്ത് അബ്ദുറഹിമാൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് 2006 മുതൽ റിയാദിലെ ജയിലിലാണ്. നാട്ടിൽ കൂട്ടായ്മ രൂപീകരിച്ച് നിയമയുദ്ധം നടത്തി. കേസിൽ മേൽക്കോടതികളിലും പരാജയപ്പെട്ടു. മോചിപ്പിക്കണമെങ്കിൽ 34 കോടി ബ്ലഡ് മണി നൽകണം, അതും ഏപ്രിൽ 16 മുമ്പ്. 34 കോടി എന്നുള്ളത് ഒരു ചെറിയ തുകയല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മളെ കേരളത്തിലെയും നമ്മുടെ മൊത്തം ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത്. ഈ 18 വർഷമായി തീ തിന്ന് ജീവിക്കുന്ന തരത്തിലാണ് ഉമ്മയുടെ ജീവിതം. നമുക്കെല്ലാവർക്കും ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ഒരു സന്തോഷം പോലും ഇല്ലാതെ മുന്നോട്ട് പോകുന്നൊരു ഉമ്മയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. ഓട്ടോ ഡ്രൈവറായ അബ്ദുറഹീം 2006 നവംബർ 28-നാണ് ഹൗസ് ഡ്രൈവർ വിസയിൽ റിയാദിലെത്തിയത്. സ്പോൺസർ അബ്ദുള്ള അബ്ദുറഹിമൻ അൽ ഷഹരിയുടെ ഭിന്നശേഷിയുള്ള മകൻ അനസ് ഷഹരിയെ പരിചരിക്കുന്നതിനിടെ കഴുത്തിൽ ഘടിപ്പിച്ച ട്യൂബിൽ റഹീമിന്റെ കൈ അബദ്ധത്തിൽ തട്ടി. ബോധരഹിതനായ കുട്ടി പിന്നീട് മരണത്തിന് കീഴടങ്ങി. പക്ഷേ കോടതി നിരപരാധിത്വം അംഗീകരിച്ചില്ല. അനുരഞ്ജന നീക്കങ്ങളോട് പ്രതികരിക്കാതിരുന്ന കുടുംബം അവസാനം 15 മില്യൺ റിയാൽ മോചനദ്രവ്യമെന്ന ഉപാധിയോടെ മാപ്പ് നൽകാൻ സമ്മതിച്ചു. ഈ വലിയ തുക കണ്ടെത്താൻ കലക്ഷൻ ആപ്പ് നിർമ്മിച്ചും ക്രൗഡ് ഫണ്ടിംഗ് നടത്തിയും അവസാനവട്ട ശ്രമത്തിലാണ് നിയമസഹായ കൂട്ടായ്മ. പക്ഷേ ഇതുവരെ സമാഹരിക്കാൻ കഴിഞ്ഞത് 1.5 കോടിയോളം രൂപ മാത്രം. ഇനി മുന്നിലുള്ളത് ദിവസങ്ങൾ മാത്രം. പ്രതീക്ഷ നിർണായക സമയത്ത് കരുണ പറ്റാത്ത സുമനസ്സുകളിൽ. റിപ്പോർട്ടർ, കോഴിക്കോട്.